ഈ ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഉപരോധം എന്ന് പറയുന്നത് സെക്കൻഡറി ടിയർ ഉപരോധമാണ്, സെക്കൻഡറി ലെവൽ ഉപരോധമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 46 വർഷത്തോളമായി അല്ലെങ്കിൽ 47 വർഷത്തോളമായി അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രൈമറി ലെവൽ ഉപരോധം, അതായത് ഇറാന്റെ ഭരണകൂടത്തിനും ഇറാൻ കമ്പനികൾക്കുമെതിരെ, ദേശീയ കമ്പനി, ഓയിൽ കമ്പനി പോലുള്ള കമ്പനികൾക്കും എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നേരിട്ടുള്ള ഉപരോധം. അതായത് അവരുമായി ഒരു തരത്തിലുള്ള ബിസിനസ്, സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തില്ല എന്നുള്ള ഉപരോധമാണ് ഇതുവരെ നിലനിന്നിരുന്നത്. അത് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയത് മുതൽ 1979 മുതൽ നിലവിലുള്ള ഉപരോധമാണ്. പക്ഷെ ആ ഉപരോധത്തെ ഇറാൻ മറികടന്ന രീതി, അല്ലെങ്കിൽ ആ ഉപരോധത്തെ മറികടക്കാൻ അവർ സ്വീകരിച്ച നടപടികൾ, അതാണ് വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചരിത്ര പാഠം എന്ന് പറയുന്നത്. ആ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഉപരോധത്തെ ഇറാൻ നോക്കിക്കാണുന്നതും അതിന് പകരം, അതായത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ സാമ്പത്തിക ഉപരോധം, ഈ സെക്കൻഡറി ലെവൽ സാമ്പത്തിക ഉപരോധം, സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറാന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നേരിട്ടുള്ള അല്ല, മറിച്ച് ഇറാനുമായി ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്പത്തിക, എണ്ണ ഇടപാടുകളൊക്കെ നടത്തുന്ന കമ്പനികളും രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഉപരോധം. സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനെ എതിർക്കാൻ അവരുടെ കയ്യിലുള്ള തുറുപ്പുചീട്ട് വീണ്ടും ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തുന്നതിലേക്ക് പോയത് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതായത് മിലിറ്ററി ഓപ്ഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും ഇറാന് നേരെ ഒരു മിലിറ്ററി അറ്റാക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇടയ്ക്കിടെയുള്ള ഇത്തരം തുടർച്ചയായ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു കഴിവും അമേരിക്കക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്ക പുതിയ കപ്പലുകൾ കൊണ്ടുവരുന്നുണ്ട്, വിമാനവാഹിനി കപ്പലുകൾ, അതുപോലെ യുദ്ധ സാമഗ്രികളൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇനിയൊരിക്കൽ കൂടി ഒരു മിലിറ്ററി ബിൽഡപ്പിന് അമേരിക്കക്ക് സാധിക്കാത്ത വണ്ണം അമേരിക്ക ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു കുടുക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ കുടുക്കിൽ നിന്ന് പുറത്തു വരാൻ അവർ കണ്ട ഒരു വഴിയാണ് ഈ സാമ്പത്തിക ഉപരോധം. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാം. സ്വാഭാവികമായും ഇനീഷ്യലി പ്രാഥമികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, അതായത് ഇപ്പോ ഇറാന്റെ റിയാലിന്റെ മൂല്യം വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു. 20 ലക്ഷം റിയാൽ ഒരു ഡോളറിന് ആയിരിക്കുന്നു. അതുപോലെ തന്നെ 90% ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കൾക്കും ഒക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇറാൻ ഇപ്പോൾ അറിയാം, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ അവർക്കിത് മറികടക്കാൻ സാധിക്കും. ഇപ്പോ അമേരിക്കയുടെ സിറ്റുവേഷൻ എടുത്തു നോക്കൂ, അതും ഇറാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് 2ാം ലോക യുദ്ധ സന്ദർഭത്തിൽ എങ്ങനെയാണോ ബ്രിട്ടന്റെ ഒരു തകർച്ചയെ അവർ അഭിമുഖീകരിച്ചത്, ആ തകർച്ചയുടെ ചരിത്രപരമായ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അതേ ലെവലിൽ അമേരിക്ക നിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കുന്നു. അമേരിക്കയുടെ മിലിറ്ററി പവറിന് മങ്ങലേൽക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള സഖ്യങ്ങൾ പല രാജ്യങ്ങളും ഉപേക്ഷിക്കുന്നു. ഇപ്പൊ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത് 2 ദിവസം മുമ്പ് അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ പറഞ്ഞത്, തിരിച്ച് ഞങ്ങളും പലതരത്തിലുള്ള താരിഫുമായിട്ട് ഞങ്ങളും വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ താരിഫ് വാർ, അല്ലെങ്കിൽ നേരത്തെ ഒരു ഘട്ടത്തിൽ താരിഫ് ഏർപ്പെടുത്തി കാനഡ വീണ്ടും തിരിച്ച് താരിഫ് ഏർപ്പെടുത്തിയപ്പോ ഏറെക്കുറെ ഒരു സമവായത്തിൽ എത്തിയ ഒരു സംഗതിയാണ് അമേരിക്കയും കാനഡയും തമ്മിലുള്ള വിഷയം. പക്ഷെ വീണ്ടും അത് ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരു രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു.